ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു ഇന്നലെ വരെ. ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ താമസിച്ച് എഴുന്നേറ്റ്. ആർക്കും എവിടെയും പോകാനൊന്നുമില്ല, ചേട്ടായിയും വീട്ടിലുണ്ടായിരുന്നേ. അതുകൊണ്ട് കുറച്ച് താമസിച്ച് എഴുന്നേറ്റ്. എന്നിട്ട് നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഉണ്ടാക്കി. പിന്നെ ചായയൊക്കെ വെച്ച് കുടിച്ചു. ഈ ഒരു പലഹാരം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല മധുരം ഉള്ളതാണ്, നല്ല രസം എന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ചോറും കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കും. അന്നേരത്തേക്ക് ചോറും കറിയൊക്കെ ആവണമല്ലോ. പിന്നെ ഞാൻ തക്കാളി കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങായും പിന്നെ ജീരകവും വെളുത്തുള്ളിയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം, ഒട്ടും തരിയില്ലാതെ നല്ലപോലെ അരച്ചെടുക്കണേ. എന്നിട്ട് ഇഞ്ചിയും പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ ഈ ഒരു മൺചട്ടിയിലേക്ക് ഇടുക. മൺചട്ടി വെക്കുന്ന ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, അതും ഒഴിച്ച് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ തക്കാളി വേവിച്ച് എടുക്കുക കേട്ടോ. തക്കാളി വഴറ്റുമൊന്നും വേണ്ട, ഇങ്ങനെ വെള്ളം ഒഴിച്ച് അരപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എളുപ്പം ഉണ്ടാക്കാനും പറ്റും, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഈ തക്കാളി വേവിക്കാൻ വെക്കുന്നത്. തക്കാളി വെന്ത് വരുന്ന നേരം കൊണ്ട് കടുകൊക്കെ വറുത്ത് വെക്കാം. എണ്ണയിൽ കടുകും പിന്നെ ഉലുവായും കറിവേപ്പില ചെറിയുള്ളി വറ്റൽമുളക് ഇത്രയും സാധനങ്ങളാണ് മൂപ്പിച്ച് ചേർക്കുന്നത്. തലേദിവസം കുറച്ച് ബീഫ് മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നേ. അത് ഞാൻ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ചൂടാക്കി പിന്നെ സവാളയൊക്കെ വെറുതെ അരിഞ്ഞിട്ടതേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെറുതെ അരിഞ്ഞിട്ടും പൊടികൾ മൂപ്പിച്ചു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തിരുമ്മി വേവിച്ചെടുത്തതാണ്. ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്, ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വേവിച്ചത്. എന്നാലും കുറച്ച് വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ആ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് ഈ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് ഇനി വരട്ടിയെടുക്കാൻ വേണ്ടി പോവുക. തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ഇട്ടിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. തക്കാളിക്കറിക്ക് ഒരു സൈഡിൽ കടുക് വറക്കുന്നുണ്ട്. സ്റ്റൗവിൽ എന്തെങ്കിലും വീഴുമ്പോൾ അത് അപ്പം തന്നെ ഞാനങ്ങ് തുടയ്ക്കും. പിന്നെ അത് ഉണങ്ങി പിടിച്ചാൽ നമുക്ക് വൃത്തിയാക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അതങ്ങനെ വൃത്തിയാക്കിയൊക്കെ വെച്ചു. പിന്നെ നന്നായിട്ടുള്ള ക്ലീനിങ് ഒക്കെ ഈ സ്റ്റൗ തണുത്തതിന് ശേഷമേ ചെയ്യത്തുള്ളൂ, ഇപ്പം ചെയ്യത്തില്ല. വെറുതെ ഒന്ന് തുടച്ചിട്ടതാണ്. ബീഫ് ഫ്രൈ ആയി വരുന്നുണ്ട്. തക്കാളിക്കറിക്ക് ഞാൻ കടുകൊക്കെ വറുത്ത് ഒഴിച്ചു കേട്ടോ. കാണാൻ നല്ല രസമില്ലേ കറി, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറും കറിയൊക്കെ ആയി, ബീഫ് ഫ്രൈ ആയി, തക്കാളിക്കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്തത്. ഇത് തിങ്കളാഴ്ച എടുത്ത് വെച്ച വീഡിയോയാണ്. ഇന്നലെ എഡിറ്റ് ചെയ്തു, പക്ഷേ മൊത്തം എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തലവേദനയൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര തലവേദനയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചത് പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ട് രണ്ടാമത് എഡിറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഇന്നലെ ഇന്ന് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. തിങ്കളാഴ്ച പിള്ളേർക്ക് ക്ലാസ് ഇല്ലായിരുന്നു, ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ 3 മണി ആയപ്പോഴത്തേക്ക് സ്കൂൾ വിട്ടു. പിന്നെ ഇന്നിപ്പോൾ ക്ലാസ് ഇല്ല. കുറേ ദിവസമായി ഞാനൊരു കൽത്തപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്, കുക്കറപ്പം. അതിന് ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടു. എന്നിട്ട് തലവേദന കാരണം അരയ്ക്കാനൊന്നും പറ്റിയില്ല. പച്ചരി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലും വെച്ചായിരുന്നു. എന്നിട്ട് രാവിലെ എടുത്ത് തിങ്കളാഴ്ച രാവിലെ എടുത്ത് പച്ചരിയൊക്കെ അരച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി. 2 അപ്പം ഉണ്ടാക്കിയായിരുന്നേ. അതിനകത്ത് ഒരപ്പത്തിന് ഇച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് കുക്കറിൽ നിന്ന് എടുത്തപ്പോൾ നടുഭാഗം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തേന് കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് ആരൊക്കെ എടുത്തിട്ടുള്ള അപ്പമായിരുന്നേ. ഞാൻ നേരത്തെ കുക്കറപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ടൗണിൽ തലവേദനയായിട്ട് കാണിക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്നേരം പോയപ്പോൾ ഒരു മസിൽമാനായ കോഴിയുടെ ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഈ തലവേദനയായിട്ടേ. ഫോണിലൊക്കെ വല്ലാണ്ട് ചെറിയ സ്ക്രീനല്ലേ, അങ്ങനെ നോക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ തലവേദന കൂടുതലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ കുറച്ച് ഉലുവാക്കഞ്ഞി വെച്ച് എല്ലാ കർക്കിടക മാസവും കുടിക്കുന്നത്, ഇപ്രാവശ്യം അതും നടന്നിട്ടില്ല. ഇനി കുറച്ച് ഉലുവാക്കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കണം. പുതിയ ചട്ടി ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് മയക്കാൻ വേണ്ടിയിട്ട് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അടുപ്പിൽ നല്ല തീയുണ്ട്, അതുകൊണ്ട് അടുപ്പിൽ തന്നെ വെക്കുക ഞാൻ. ചട്ടിയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഞ്ഞിവെള്ളം ഞാൻ രാവിലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കളയാതെ. ഇതുപോലെ പിടിയുള്ള മൺചട്ടി എനിക്കില്ല കേട്ടോ, അതുകൊണ്ട് പിടിയുള്ള ചട്ടി കണ്ടപ്പം ഒരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഇത് മയക്കിയതാണെന്നും പറഞ്ഞ് തന്നതാണ് കേട്ടോ. ഇങ്ങനെ കറുത്ത കളറിൽ ഉള്ളതൊക്കെ മയക്കിയതാണ്. ഇവിടെ ഒരു മൺചട്ടി ഉണ്ട്, മയക്കിയതാണ്. പക്ഷേ അതിനകത്ത് കറി വെക്കുമ്പോൾ ഒരു മണ്ണിൻ്റെ ചുവ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മയക്കിയതാണെന്ന് പറഞ്ഞാലും ഒന്നും കൂടെ മയക്കി എടുത്തിട്ടുണ്ട്. ചില ചട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴുകിയെടുത്ത് നമുക്ക് കറിയൊക്കെ വെക്കാം, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇവിടെ അങ്ങനത്തെ ഒരു ചട്ടിയും ഉണ്ട് കേട്ടോ. ഞാനത് മേടിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് കഴുകി മയക്കിയ ചട്ടിയായിരുന്നു, അത് വെറുതെ ഒന്ന് കഴുകി ഉപയോഗിച്ചതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ചിലത് ഒരു മണ്ണിൻ്റെ ചുവയുണ്ടാവും കറി വെക്കുമ്പോൾ. അങ്ങനെയുള്ളതിന് നമ്മൾ ഒന്നുകൂടെ മയക്കിയെടുക്കണം.
മൺചട്ടി നമുക്ക് പല രീതിയിൽ മയക്കിയെടുക്കാം. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ കാണിച്ചില്ലേ വല്യമ്മച്ചി ചെയ്യുന്ന ഒരു രീതി. ഒരു സ്പൂൺ തേങ്ങാപ്പീരയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തിരുമ്മിയിട്ട് ചട്ടിയിൽ എല്ലാ വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ചിട്ട് സാധാരണ നമ്മൾ പാത്രമൊക്കെ കഴുകിയെടുക്കുന്ന പോലെ കഴുകിയെടുത്തിട്ട് കറി വെക്കാം. വേറെ ഒന്നുമില്ല, എളുപ്പപ്പണിയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ചായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പക്ഷേ വലിയ തീ കത്തിക്കരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വെള്ളം പിറ്റേ ദിവസം നേരത്തോട് നേരം ആവുമ്പോഴാണ് കളഞ്ഞിട്ട് ചട്ടി കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. ഈ ഒരു ചട്ടിയാണ് ഞാൻ പറഞ്ഞത്, മയക്കിയത് വാങ്ങിയതാണ്. പക്ഷേ കറി വെക്കുമ്പോൾ ഒരു മണ്ണിൻ്റെ ചുവയായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ മയക്കി എടുത്തതാട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ചില മൺചട്ടികളൊക്കെ ചട്ടിയിൽ കടുകൊക്കെ വറുത്തിട്ട് ചട്ടി നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ചട്ടി പൊട്ടും. ചില ചട്ടികൾ, എല്ലാം ഒന്നുമല്ല. പിന്നെ ചിലത് ഗ്യാസിൽ വെക്കുമ്പോഴും പൊട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ ഗ്യാസിൽ വെച്ചിട്ട് ചട്ടിയൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. മയക്കിയ ചട്ടി നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പം ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ തീ കൂട്ടി കൂട്ടി കൊടുക്കണം. അല്ലാതെ ഒറ്റയടിക്ക് തീ കൂട്ടി എടുക്കരുത്. മയങ്ങിയ ചട്ടിയാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണനിലവാരം കുറഞ്ഞ ചട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ചട്ടിയിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പിൽ വെക്കുമ്പോൾ ചൂടാകുമ്പോൾ ബാക്കിയും കൂടെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ആണ് ചട്ടി പൊട്ടാനുള്ള കുറച്ച് കാരണങ്ങളൊക്കെ എനിക്കറിയാവുന്നത്. ഈ മൺചട്ടി ആദ്യം ഞാനൊന്ന് വെറുതെ കഴുകി, സോപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ടാണ് കഞ്ഞിവെള്ളവും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ചായപ്പൊടി ഇടുന്നത് മണ്ണിൻ്റെ ആ ഒരു മണം മാറാൻ വേണ്ടിയിട്ടാണ്, ചട്ടിയിലെ മണ്ണിൻ്റെ മണം മാറാൻ വേണ്ടിയിട്ടാണ്. കഞ്ഞിവെള്ളം ഒഴിച്ച് തന്നെ നമ്മൾ ചട്ടി മയക്കി എടുക്കും, തിളപ്പിച്ചിട്ടും ഒക്കെ. നീ അപ്പുറത്ത് കിടന്നതല്ലേ, നീ എങ്ങനെ ഇവിടെ വന്നേ? 3 പേരെയല്ലേ ഒരു കൂട്ടിലിട്ട്, ഇപ്പം 4 പേരായി ഒരു കൂട്ടില്. ഓടി അവിടെ നിന്ന് ഇവിടെ വന്നേക്കുന്നു. കേരടിയകത്ത്, കേരടിയകത്ത്. ഇപ്പം നീ എന്നെ മേടിക്കും, പിടിക്കാൻ കുത്തിവെക്ക്. കേരടിയകത്ത്, കേരടി. അതുകൊണ്ട് തന്നെ നടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നു. അത് പൊക്കോ, പിടിക്ക് പിടിക്ക് പിടിക്ക്. ഇങ്ങോട്ട് കയറ്റ് അതിൻ്റെ ഉള്ളിലോട്ട് പോങ്ങ. ഇപ്രാവശ്യം മേടിച്ച കോഴിക്കുഞ്ഞുങ്ങളെ ഭയങ്കര കുരുത്തക്കേട്. ആദ്യം ഈ ഒരു കൂട്ടിലല്ല ഇട്ടത്, വേറൊരു കൂട്ടിലാണ് ഇട്ടത്. അന്നേരം അവിടെ കിടക്കത്തില്ല, അവിടെ കിടന്നിട്ടും ഭയങ്കര ബഹളമായതിനാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടിൽ കൊണ്ടിട്ടത്. ഈ കൂട്ടിലിട്ടപ്പോഴും അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. നേരം വെളുക്കുമ്പോഴത്തേക്ക് നമ്മൾ തലേദിവസം ഇട്ട കൂട്ടിലല്ലായിരിക്കും എല്ലാവരും കൂടെ ഉള്ളത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണമല്ലോ കോഴിക്കുഞ്ഞുങ്ങളെ മരുന്ന് കൊടുക്കാനും. പിന്നെ മറ്റ് കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡൊന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇവർക്ക് സ്പെഷ്യലായിട്ട് വേറെ ഫുഡൊക്കെ കൊടുത്താണ് ഇവരെ വളർത്തുന്നത്. അതുകൊണ്ട് ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് വേറെ കൂട്ടിൽ തന്നെ ഇട്ടാണ് വളർത്തുന്നത്. കുറച്ച് ദിവസം തലവേദനയൊക്കെ ആയിട്ട് ഇരുന്നത് കൊണ്ട് ഇന്നിപ്പോൾ ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പണികളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർക്കലായിരുന്നു ഇന്നത്തെ പണി. അപ്പോൾ ഇന്ന് ഞാൻ പാവയ്ക്കാത്തോരൻ വെച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് എടുത്ത് തുടങ്ങിയതാണ്. പക്ഷേ പാവയ്ക്കാത്തോരൻ വെക്കുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. തോരൻ വെക്കുന്നത് എടുത്തില്ല, അരിയുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പാവയ്ക്കാത്തോരൻ വെക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഞാൻ പാവയ്ക്കൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിയാൻ പോവാം. ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുവാണേ. ഇതിൻ്റെ കുരുവുള്ള വശം വരുമ്പോൾ കുരു എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കൊത്തിയിട്ട് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു കൊടുത്താൽ മതി. പിന്നെ പാവയ്ക്കാത്തോരൻ വെക്കുമ്പം പാവയ്ക്ക ഏറ്റവും ലാസ്റ്റ് അരിഞ്ഞെടുക്കാവുള്ളൂ കേട്ടോ. ഈ ഉള്ളി, പച്ചമുളക്, തേങ്ങ, ഇഞ്ചി ഇതെല്ലാം ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കണം. അതിന് ശേഷം ഇത് അരിഞ്ഞ് പിന്നെ വേഗം തന്നെ തോരൻ വെക്കണം. അരിഞ്ഞ് വെച്ചാലും കയ്പ്പ് കൂടും, അതുകൊണ്ട് അരിഞ്ഞ് വെക്കാൻ പാടില്ല കേട്ടോ. പിന്നെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് ക്യാരറ്റോ പടവലങ്ങയോ അങ്ങനത്തെയൊക്കെ മിക്സ് ആക്കിയിട്ട് നമുക്ക് തോരൻ വെച്ചാലും കുറച്ച് കയ്പ്പ് കുറഞ്ഞു കിട്ടും. പിന്നെ പാവയ്ക്കാത്തോരൻ വെക്കുമ്പോൾ ശകലം ഇഞ്ചിയും കൂടെ ചേർക്കണം കേട്ടോ. അതൊരു പ്രത്യേക രുചിയാണ്, ഒരു പ്രത്യേക മണവുമാണ്. പിന്നെ ഞാൻ ഈ തോരൻ വെക്കുമ്പോൾ മഞ്ഞൾ പൊടി ചേർക്കാറില്ല കേട്ടോ. ഞാൻ അരിഞ്ഞെടുക്കട്ടെ. പിന്നെ ഈ പാവയ്ക്ക ചോപ്പറിലൊന്നും ഇട്ട് അരിയരുത് കേട്ടോ, അന്നേരം അതിൻ്റെ നീരിറങ്ങിയിട്ട് വല്ലാത്തൊരു കയ്പ്പായിരിക്കും. നമ്മൾ കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താൽ മതി. പിന്നെ തോരൻ വെക്കാൻ ഇച്ചിരി പിഞ്ച് പാവയ്ക്ക കേട്ടോ ഏറ്റവും നല്ലത്, ഒരുപാട് മൂക്കാത്ത പിഞ്ച് പാവയ്ക്ക. ചോളത്തിൻ്റെ ഇലയല്ലേ ഏട്ടായി? ചോളത്തിൻ്റെ ഇല ഒന്ന് കാണിച്ചേ നമുക്ക്. നടക്കുഞ്ഞു.
അക്കുവിന് ഓണത്തിന് സ്കൂളിലിടാൻ വേണ്ടിയിട്ട്, ഓണത്തിൻ്റെ പ്രോഗ്രാമിന് സ്കൂളിലിടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തു കേട്ടോ. പക്ഷേ വന്നപ്പോൾ തുണിയൊക്കെ മോശമാണ്, പിന്നെ അവൾക്ക് ഇട്ടിട്ടും വലിയ രസമൊന്നുമില്ല, ഒരു ഷേപ്പൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ അത് റിട്ടേൺ അയച്ചേ. ചൊറിയണമുണ്ട്, ചൊറിയണോ അത് ചൊറിയും നോക്കാൻ കാണിച്ചു തരാം. ചേട്ടായി ചേട്ടായി ഇവിടെ ഒരു കാച്ചിന് നിലത്ത് കിടങ്ങാൻ മുളക്കുന്നു. അതിനെ മണ്ണ് കൂടിയിടണ്ട, അത് മണ്ണിൻ്റെ അകത്താക്കണ്ട. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.